എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 136, 137, 138 എന്നീ 3 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യത്തെ ശ്ലോകത്തിൽ മാത്രമേ ഉള്ളൂ അനുഷ്ടുപ്പ് വൃത്തം. ഈ ഒരു സർഗം തീരാറായി തുടങ്ങി എന്നുള്ളത് കൊണ്ട് വൃത്തങ്ങളൊക്കെ മാറ്റിയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 136 അനുഷ്ടുപ്പ്, 137 പുഷ്പിതാഗ്ര, 138 വംശസ്ഥം എന്നു പേരുള്ള 3 തരം വൃത്തങ്ങളാണ് 3 ശ്ലോകങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം 136ാമത്തെ ശ്ലോകം നോക്കാം. തദീയം പ്രേഷയാമാസ സ്വപുരേ കോശവാഹനം ഷോഡശസഹസ്രാണി കന്യാശ്ച പൃഥിവീഭൃതാം. ആദ്യം പദപരിചയം നടത്താം. തദീയം പ്രേഷയാമാസ സ്വപുരേ കോശവാഹനം താഹ ഷോഡശസഹസ്രാണി കന്യാഹ ച പൃഥിവീഭൃതാം. കന്യാശ്ച എന്നുള്ള ദിക്കിൽ മാത്രമേ പദച്ഛേദം പറയാനുള്ളൂ. ഇവിടെ ഭഗവാൻ നരകാസുരനെ വധിച്ചതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്തത് ആ പ്രാഗ്ജ്യോതിഷപുരത്തിൽ എന്നാണ്. വിസ്തരിച്ചൊന്നും പറയുന്നില്ല, എന്നാലും ഒരു സൂചന കൊടുക്കുകയാണ്. തദീയം കോശവാഹനം, വധത്തിന് ശേഷം നരകാസുരനെ വധിച്ചതിന് ശേഷം ആ നരകാസുരൻ്റെ തദീയം അവൻ്റേതായിട്ടുള്ള നരകാസുരൻ്റെ കോശവാഹനം. കോശം എന്ന് പറഞ്ഞാൽ ധനമൊക്കെ സൂക്ഷിക്കുന്നതായ ഭണ്ഡാരം, അതിനെയൊക്കെയാണ് കോശം എന്ന് പറയുക. അത് ധാരാളമുണ്ട്, കുറേ ഉണ്ട്. എന്താണ് കോശാനാം വാഹനാനാം സമാഹാര. അപ്പോൾ കോശങ്ങളുണ്ട് വാഹനങ്ങളുണ്ട് എന്ന് വെവ്വേറെ എടുത്ത് പറയണം. ധാരാളം രഥങ്ങൾ മുതലായിട്ടുള്ള വാഹനങ്ങൾ ഈ നരകാസുരൻ്റെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിലുണ്ട്. അതുപോലെ തന്നെ ധനസമൃദ്ധമായിട്ടുള്ളൊരു രാജ്യമായിരുന്നു ആ പ്രാഗ്ജ്യോതിഷപുരം. അപ്പോൾ അതിൻ്റെ എല്ലാ കോശങ്ങളും എല്ലാ വാഹനങ്ങളും എവിടെയൊക്കെ ധനം സൂക്ഷിച്ചു വച്ചിരുന്നോ അത് മുഴുവനും തന്നെ, നമ്മൾ ഇന്നത്തെ കാലത്ത് ബാങ്കെന്നോ ലോക്കർ എന്നൊക്കെ പറയണ പോലെയുള്ള വാക്കുകളാണ് കോശം എന്നുള്ളത്. ആ ധനസൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ അത് മുഴുവനും തന്നെ അവിടെ നിന്ന് വാഹനങ്ങളിലേക്കാക്കിയിട്ട് വാഹനങ്ങളുമെല്ലാം ഭഗവാൻ എന്താ ചെയ്തത്? കോശവാഹനം പൃഥിവീഭൃതാം താഹ ഷോഡശസഹസ്രാണി കന്യാഹ ച. ആ രാജാക്കന്മാരുടെ മക്കൾ ഏതൊക്കെ രാജാക്കന്മാരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, അത് എവിടെയും പറഞ്ഞിട്ടില്ല. ഏതൊക്കെയോ രാജാക്കന്മാരുടെ മക്കളെയൊക്കെ തട്ടിക്കൊണ്ടുവന്ന് നരകാസുരൻ തൻ്റെ കൊട്ടാരത്തിൽ അവിടെ കാരാഗൃഹത്തിൽ പാർപ്പിച്ചിരുന്നു. ഭാര്യമാരെന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല, അവരെ നരകാസുരന് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പാർപ്പിച്ചിരുന്നത്. ആ കന്യകമാരെയൊക്കെ തന്നെ രാജകുമാരിമാരായിരുന്നു എല്ലാവരും. അതുകൊണ്ടാണ് ഇവിടെ പൃഥ്വീഭൃതാം, രാജാക്കന്മാരുടെ, പൃഥ്വീഭൃത്ത് എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്നവർ, രാജാക്കന്മാർ, അവരുടെ ഷോഡശസഹസ്രാണി 16,000 കന്യകമാരെയും, കന്യാഹ എന്നുള്ളത് ദ്വിതീയ ബഹുവചനത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സമ്പത്ത് മുഴുവനും അതുപോലെ വാഹനങ്ങളൊക്കെ തന്നെയും ഈ കന്യകമാരെയും ഒക്കെ എന്താ ചെയ്തത്? സ്വപുരേ പ്രേഷയാമാസ, തൻ്റെ കൊട്ടാരത്തിലേക്ക്, ദ്വാരകയിലേക്ക് കൊടുത്തയക്കുകയാണ് ഉണ്ടായത്. നരകാസുരനെ വധിച്ചതിന് ശേഷം നരകാസുരൻ്റെ ആ രാജ്യത്തിൽ അവകാശപ്പെട്ടതല്ലാത്ത എല്ലാതും, അതായത് അവിടെ ധനം അധികം ഉണ്ടെങ്കിൽ അത്, വാഹനങ്ങൾ അധികമുണ്ടെങ്കിൽ അത്, ഈ പെൺകുട്ടികളെ തടവിലാക്കി വെച്ചിരിക്കുന്ന പെൺകുട്ടികളെ അവരെയൊക്കെ തന്നെ തൻ്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. അത് അവിടെ എത്തിയാൽ വേണ്ട പദവിയിലേക്ക് ഈ പറഞ്ഞതൊക്കെ ധനമായാലും വാഹനമായാലും സ്ത്രീകളായാലും എത്തും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരെ അതിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളെയൊക്കെ തന്നെ തൻ്റെ ദ്വാരകയിലേക്ക്, കൊട്ടാരത്തിലേക്ക് ഭഗവാൻ കൊടുത്തയച്ചത്. അതിനുശേഷം എന്താണ് ഉണ്ടായതെന്ന് പറയാണ്. നമുക്ക് 137ാമത്തെ ശ്ലോകം നോക്കാം. സുതനിധനഭവം നിയമ്യ ശോകം ക്ഷിതിരഭിപത്യ പദദ്വയേ മുരാരേ ഉപഹൃതമണികുണ്ടലായ യാചേ സുതമഭിപാലയ തസ്യ കേശവേദി. ആദ്യം പദച്ഛേദം പറയാം. സുതനിധനഭവം നിയമ്യ ശോകം ക്ഷിതി അഭിപത്യ പദദ്വയേ മുരാരേ ഉപഹൃതമണികുണ്ടല യയാചേ സുതം അഭിപാലയ തസ്യ കേശവ ഇതി. ആ നരകാസുരനെ വധം കഴിഞ്ഞപ്പോൾ നരകാസുരൻ്റെ അമ്മ ഭൂമിദേവിയാണല്ലോ, ഭൂമിദേവി ഭഗവാനെ കാണാൻ വന്നു എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്.
ഉപഹൃതമണികുണ്ടല ക്ഷിതി. ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമിദേവിയാണ്. ഭൂമിദേവി എങ്ങനെയുള്ളവളായിരുന്നു? ഉപഹൃതമായ മണികുണ്ടലത്തോടു കൂടിയവൾ. ഉപഹൃതം എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നതായ മണികുണ്ടലം. അപ്പോൾ ആദ്യം പറഞ്ഞില്ല, ഇവിടെ ഒന്നും പറഞ്ഞില്ല, ഭാഗവതത്തിലും നാരായണീയത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മണികുണ്ടലം അതിഥിയുടെ മണികുണ്ടലമായിരുന്നു. അത് ഭൗമൻ അഥവാ നരകാസുരൻ മോഷ്ടിച്ചു കൊണ്ട് വന്നതാണ് എന്ന്. അത് ഭൂമിദേവിക്ക് കൊടുത്തതായിരിക്കണം എന്ന് ഇവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്. വേറെ വിസ്തരിച്ച വ്യാഖ്യാനത്തിൽ എവിടെയും പറഞ്ഞു കാണുന്നില്ല. ആ മണികുണ്ടലം തൻ്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. ആ മണികുണ്ടലത്തോട് കൂടിയിട്ടാണ് അപ്പോൾ ഭൂമിദേവി അവിടേക്ക് വന്നത്. അതാണ് ഉപഹൃത മണികുണ്ടല ക്ഷിതി. തൻ്റെ കയ്യിൽ ആ മണികുണ്ടലങ്ങളോടുകൂടി അതും കൊണ്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് ഭൂമിദേവി വന്നത്. ക്ഷിതി സുതനിധനഭവം ശോകം നിയമ്യ. മാത്രമല്ല നല്ല ദുഃഖമുണ്ട്. വളരെ ക്രൂരനും ക്രുദ്ധനും വേണ്ടാത്തത് മാത്രം കാട്ടി നടക്കുകയൊക്കെയായിരുന്നു തൻ്റെ മകനെങ്കിലും ഭൂമിദേവിക്ക് അത് തൻ്റെ മകനാണല്ലോ. മക്കൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നതിനേക്കാളും വലിയ ദുഃഖമില്ല ലോകത്തിൽ. അത് ഭൂമിദേവിക്ക് നല്ലോണം അറിയാം. എന്നാലും അതൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ആ ദുഃഖമൊന്നും വളരെ കാര്യമായിട്ട് പുറത്തേക്കൊന്നും കാണിക്കാതെ കയ്യിൽ ഈ മണികുണ്ടലങ്ങളുമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വന്നു ഭൂമിദേവി. അതാണ് ക്ഷിതി സുതനിധനഭവം. സുതനെ വധിക്കുന്നത് കൊണ്ടുണ്ടായതായ ശോകം, ദുഃഖത്തെ അല്ലെങ്കിൽ ദുഃഖം, നിയമ്യ നല്ലവണ്ണം നിയന്ത്രിച്ചിട്ട് തസ്യ മുരാരേഹേ പദദ്വയേ അഭിപത്യ. ആ മുരാരിയുടെ, ഇപ്പോൾ മുരാസുരനെ വധിച്ചുല്ലോ, അതിനുശേഷമാണ് ഭഗവാന് മുരാരി എന്ന് പേര് വന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പേരായി തീർന്നു. മുരൻ എന്ന് പറയുന്ന അസുരൻ അത്ര വലിയൊരു അസുരനൊന്നും ആയിരുന്നില്ല. നരകാസുരൻ്റെ കോട്ടകാവൽക്കാരൻ എന്നുള്ളതിനേക്കാളും വലിയ പദവിയൊന്നും മുരനില്ല. പക്ഷേ ഭഗവാന് മുരാരി എന്നുള്ള പേര് വളരെ പ്രസിദ്ധമായിട്ട് ഭവിക്കുകയും ചെയ്തു. എന്നാൽ നരകാരി എന്നോ നരകാസുരൻ്റെ ശത്രു എന്നുള്ള പേരിലൊന്നും അത്ര അറിയപ്പെടണമില്ല. അത് ഓരോരോ പേരുകളുടെ സൗന്ദര്യം, വാക്കുകളുടെ ഒരു സമരസം കൊണ്ടൊക്കെ വരണതാവുമായിരിക്കും. അപ്പോൾ ഭഗവാന്റെ അടുത്ത് വന്നിട്ട്, അതുകൊണ്ടാണ് മുരാരി എന്ന് തന്നെ എടുത്തു പറഞ്ഞത്, മുരാരിയുടെ പാദങ്ങളിൽ വന്നിട്ട് അഭിപത്യ പ്രണമിച്ചിട്ട് നമസ്കരിച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഹേ കേശവ സുതം അഭിപാലയ ഇതി യയാചേ. തൻ്റെ പുത്രനെ പരിപാലിക്കണേ എന്ന്. അതായത് നരകാസുരനെ വധിക്കുകയൊക്കെ കഴിഞ്ഞു, പിന്നെ എങ്ങനെയാണ് പരിപാലിക്കുക? മോക്ഷം കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മകനെ പരിപാലിക്കണം എന്ന് പറയണത് കൊണ്ട് എൻ്റെ മകന് മോക്ഷം കൊടുക്കണം, ഇനിയൊരു ജന്മം ഭൂമിയിൽ ഉണ്ടാവരുത് എന്ന രീതിയിലേക്ക് അനുഗ്രഹ ആശിസ്സുകൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയായിട്ടുള്ള ഭൂമിദേവി ഭഗവാന്റെ കാൽക്കൽ വന്ന് അഭ്യർത്ഥിച്ചു. യയാചേ, അത് യാചിക്കുകയുണ്ടായി എന്നർത്ഥം. അതുപോലെയൊക്കെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അമ്മമാരുടെ ആഗ്രഹം. പ്രത്യേകിച്ച് ഈ നരകാസുരൻ എന്ന് പറയുന്നത് ഭഗവാന്റെ വരാഹാവതാരത്തിലെ പുത്രനാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പരിഗണന, പുത്രനാണ് പക്ഷേ ഏറ്റവും ക്രൂരനുമായിരുന്നു. പക്ഷേ അമ്മയുടെ ആഗ്രഹം നിരസിക്കാനും വയ്യ, തൻ്റെ പത്നിയും കൂടിയാണല്ലോ. അപ്പോൾ അത് നിരസിക്കാതെ മോക്ഷം കൊടുത്തു എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയാണ്. അതിനുശേഷം എന്താണ് ചെയ്തത് എന്നുള്ളതും കൂടി അവിടെ വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് 138 ശ്ലോകം നോക്കാം. നിശമ്യ തസ്യാ വചനം പ്രസേദിവാൻ സുതായ ദത്വാ നരകായ തത്പദം പുമാനദിത്യൈ പരമഃ പുരാഹൃതേ സകുണ്ടലേ ധാതുമഗാത്രിവിഷ്ടപം. ആദ്യം പദച്ഛേദം പറയാം. നിശമ്യ തസ്യാഹ വചനം പ്രസേദിവാൻ സുതായ ദത്വാ നരകായ തത്പദം പുമാൻ അദിത്യൈ പരമഃ പുരാഹൃതേ സ കുണ്ടലേ ധാതും അഗാത് ത്രിവിഷ്ടപം. ഭഗവാൻ എന്താണ് പിന്നീട് ഈ ഭൂമിദേവി വന്ന് നമസ്കരിച്ചപ്പോൾ ചെയ്തത് എന്നുള്ളത് പറയാണ്. സ പരമഃ പുമാൻ, ആ പരമപുരുഷനായിട്ടുള്ള പരമ്പൊരുളായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? തസ്യാഹ വചനം നിശമ്യ, ഭൂമിദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് അത് ശ്രദ്ധിച്ചിട്ട് പ്രസേദിവാൻ സന്തുഷ്ടനായി പ്രസാദിച്ചു. അതായത് പുത്രന് തീർച്ചയായിട്ടും മോക്ഷം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പ്രസേദിവാൻ, എന്നിട്ട് സുതായ നരകായ തത്പദം ദത്വ, തൻ്റെ പുത്രനായിട്ടുള്ള നരകാസുരന് തത്പദം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മലോകം അല്ലെങ്കിൽ മോക്ഷം, ആ പദവി കൊടുത്തിട്ട് അതിനുശേഷം എന്തു ചെയ്തു? ആദിത്യൈ പുരാഹൃതേ കുണ്ടലേ ധാതും,
അതിഥിയുടെ കയ്യിൽ നിന്ന് പണ്ടുകാലത്തെ മോഷ്ടിക്കപ്പെട്ടതായ അല്ലെങ്കിൽ നരകാസുരൻ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നതായിട്ടുള്ള കുണ്ടലങ്ങൾ, കുണ്ടലേ എന്ന് പറയുമ്പോൾ ദ്വിവചനാണ്. കുണ്ടലം, കുണ്ടലേ, കുണ്ടലാനി എന്നുള്ളത്. 2 കമ്മലുകൾ ഉണ്ടാവുമല്ലോ, 2 കാതിലുമായിട്ട് അണിയുന്ന 2 കമ്മലുകൾ, അതുകൊണ്ടാണ് കുണ്ടലേ എന്ന് ദ്വിവചനത്തിൽ പറഞ്ഞത്. ദ്വിതീയ ദ്വിവചനം. പുരാഹൃദയ, പണ്ട് മോഷ്ടിക്കപ്പെട്ടതായ കുണ്ടലേ, ആ 2 കുണ്ടലങ്ങളെ, 2 കുണ്ടലങ്ങൾ ധാതും അതിഥിക്ക്, ദേവമാതാവായിട്ടുള്ള അതിഥിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ത്രിവിഷ്ടപം അഗാത്. ത്രിവിഷ്ടപം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നർത്ഥം. അതിഥി സ്വർഗത്തിലാണല്ലോ, ദേവേന്ദ്രൻ്റെ കൂടെയാണ് അതിഥിയും കാശ്യപനും, അല്ലെങ്കിൽ അതിനടുത്തുള്ള ആശ്രമത്തിലാണ് അവർ വസിക്കുന്നത്. അപ്പോൾ അമ്മയെ കണ്ടിട്ട്, ഭഗവാന്റെയും അമ്മയാണ്, വാമനാവതാരത്തിൽ അമ്മയായിട്ടുണ്ട് അതിഥി, അപ്പോൾ അതിഥി ദേവി. അപ്പോൾ അമ്മയ്ക്ക് ആ കമ്മലുകൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലേക്കായിട്ട് ത്രിവിഷ്ടപം അഗാത്, സ്വർഗത്തിലേക്ക് പോയി എന്നാണ് ഈ ഒരു നരകാസുരൻ്റെ കഥ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് സുകുമാരകവി വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. തദീയം പ്രേഷയാമാസ സ്വപുരേ കോശവാഹനം താ ഷോഡശസഹസ്രാണി കന്യാശ്ച പൃഥിവീഭൃതാം സുതനിധനഭവം നിയമ്യ ശോകം ക്ഷിതിരഭിപത്യ പദദ്വയേ മുരാരേ ഉപഹൃതമണികുണ്ടലായ യാചേ സുതമഭിപാലയ തസ്യ കേശവേദി നിശമ്യ തസ്യ വചനം പ്രസേദിവാൻ സുതായ ദത്വാ നരകായ തത്പദം പുമാനദിത്യൈ പരമഃ പുരാഹൃതേ സകുണ്ടലേ ധാതുമഗാത്രിവിഷ്ടപം. അങ്ങനെ സ്വർഗത്തിലേക്ക് പോണ കഥയാണ് ഇവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇന്ദ്രനെ കാണാൻ പോയി ശ്രീകൃഷ്ണനും സത്യഭാമയും ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് തന്നെ ആവണം, അങ്ങനെയാണല്ലോ പ്രാഗ്ജ്യോതിഷപുരത്തിലേക്ക് വന്നത്. അതേപോലെ തന്നെ സ്വർഗത്തിലേക്കും പോയി എന്ന് കഥ ഇവിടെ പറഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.